നമ്മൾ ഇതുവഴി കയറി പോവാണ്. ഇതുവഴിയല്ല ഗൈസ്, ഇതുവഴി കയറാൻ പറ്റില്ല. ഇതുവഴി കുറച്ച് റിസ്ക്കിയാണ്, കാരണം വഴിയില്ല, ചെടികളൊക്കെ ആയിട്ട്. അതിന് മുകളിലേക്ക് എത്തണം നമ്മൾ. ബോട്ട് നമ്മൾ പോകുന്നതാണ് കാണുന്നത്. ഒരു സാധാ സിമ്പിളായിട്ടുള്ള ഒരു ലോഞ്ച്, ഒരു ബോട്ട്, സാധാ ബോട്ട്, വളരെ സ്ലോ ആയിട്ട്. സീ വളരെ കാമാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് പോകാൻ കഴിയും. ആ മലയ്ക്ക് മുകളിൽ കയറാൻ വേണ്ടി നോക്കാം എങ്ങനെയാവുമെന്ന്. ഇത് പ്രത്യേകിച്ച് വഴിയൊന്നും കാണാനില്ല. വഴി മുമ്പുണ്ടായിരുന്നു, അതൊക്കെ അടഞ്ഞു പോയെന്ന് കേട്ടത്. നോക്കാം എങ്ങനെയാണ് നോക്കാം. ഓക്കെ, കയറി. ഗൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്റ്റീപ്പാണിത്, ശ്രദ്ധിക്കാനേ വേണം. കണ്ടോ, വഴിയില്ല, വഴി വെട്ടി തെളിച്ചിട്ടാണ് മുന്നേറുന്നത്. അതെ, ഭയങ്കര സ്റ്റീപ്പാണ്. വഴിയില്ലാത്തതുകൊണ്ട് കൈ കുത്തിയിട്ടൊക്കെയാണ് നമ്മുടെ ടീച്ചേഴ്സ് നടന്നു മുന്നിൽ പോകുന്നത്. കയ്യും കാലും കുത്തിയിട്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ നടന്ന ഓർമ്മയാണ് വരുന്നത്. ചെറിയ പ്രായത്തിലോ? ഇതാ എത്തി ഗൈസ്, മുകളിലെത്തി. എത്താറായി. ഒരു വള്ളിയിൽ കുടുങ്ങി ഗൈസ്. ഇവിടെ ഒരു വള്ളി എത്തി. ഒരു മിനിറ്റ്, എന്നെ രക്ഷിക്കാൻ വന്നവർക്ക് 100 ഫയർഫോഴ്സിന് വിളി. ഗൈസ് വളരെ ശ്രമപ്പെട്ട് നമ്മൾ മുകളിൽ കയറി. എല്ലാരും എത്തി. എല്ലാരും മുഖത്തൊരു പുഞ്ചിരിയാണ് വരുന്നത്. എത്തിയ സ്ഥലം എത്തി. ഇനിയും വളരെ വലിയ ഘട്ടങ്ങളിലൂടെ പോകാനുണ്ട്. കയറി മറിഞ്ഞാണ് പോകുന്നത്. അടിയിലെത്തുമ്പോൾ മോരുവെള്ളം തരുമായിരിക്കും. ഗൈസ് വളരെ കഷ്ടപ്പെട്ടാണ്. ഒരു അഡ്വഞ്ചറസ് ജേണി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവിടെ വഴിയില്ല, വഴി വെട്ടി തെളിച്ചിട്ടാണ് യാത്ര. ഇതാ താഴെ പോകുന്നുണ്ട് ഓരോരുത്തർ. ഉരുസിയിട്ട് താഴെ ഇറങ്ങാണ്. ഇതാ ചെരുപ്പ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ചിലർ ഷൂസ് ഇട്ടിട്ടുണ്ട്, ചിലർ ആൾക്കാർ സ്ലിപ്പേഴ്സ് ആണ്, ചിലർ നമുക്ക് കാണാൻ കഴിയും ക്രോക്സ് ഇട്ട് ഫ്രണ്ടാണ് ചരിഞ്ഞ് ഇതാകുന്നത്. പിന്നിൽ വരുന്ന സാറ് സ്ലിപ്പറാണ്. സ്ലിപ്പർ ആകുമ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. പാമ്പ്, തേള്, ഓന്ത്, അരണ ഇങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ. അതെ, ഇവിടെ മനുഷ്യന്മാരെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതാ ഗൈസ് നമ്മളെത്തി മുകളിൽ പീക്ക് ടൈമിലെത്തി. പീക്കാണ്. ഇതാ നോക്കൂ. ഇനിയും വാ, വണ്ടർഫുൾ സൈറ്റാണ്. വണ്ടർഫുൾ സൈറ്റ്. വേറെ സാറ് ഫ്രണ്ട് കയറി വരുന്നുള്ളൂ. അത്രയും കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തിയിരുന്നു ഗൈസ്. വാ, എത്തി മുകളിലെത്തി. ഇതാണ് സൂപ്പർ സൈറ്റാണ് ഗൈസ്. ഇവിടെ നോക്കാം, നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായിട്ടുള്ള ബീച്ചാണ്. വ്യൂ ആണ്, ടോപ്പ് വ്യൂ എന്നുള്ള ഐലൻഡാണ് ഇവിടെ കാണുന്നത്. അതെ, എല്ലാവരും മുഖത്തൊരു പുഞ്ചിരി കാണാം. കാരണം വലിയൊരു മല കീഴടക്കിയ, അതായത് എവറസ്റ്റ് കൊണ്ടുകൂടി കീഴടക്കിയ ഒരു പ്രതീതിയാണ് എല്ലാവരും മനസ്സിൽ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ടോപ്പ് വ്യൂ ആണ് ഗൈസ്. ഇവിടെ നോക്കൂ, ക്ലിയർ സ്കൈ ആണ്, ക്ലൗഡി ആണ്, ബട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സണ്ണി ക്ലൈമറ്റ് അല്ല. കാരണം ചെറിയൊരു മൂടുണ്ട്. അവിടെ ദൂരെ ഒരു ബോട്ട് പോകുന്നുണ്ട്. ഇത് ഹാർബറാണ്, ഇവിടുത്തെ ഐലൻഡ് ഹാർബറാണ്. എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയതാണ്. ബീച്ചസ്, അടിപൊളി ബീച്ചസ് ആണ് ഇവിടെ കാണുന്നത്. അങ്ങ് ദൂരെ നമുക്ക് പല ഐലൻഡ്സും കാണാൻ കഴിയും. അത് കുറച്ച് ദൂരെയാണുള്ളത്. അവിടെ ഒരു റിസോർട്ട് ഐലൻഡ് ഉണ്ട്, റിസോർട്ടാണുള്ളത്. നമ്മൾ വന്ന ഐലൻഡ് ഇതാണ്.
ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ യാത്രയേ ഉള്ളൂ. ലോഞ്ച് ആണെങ്കിൽ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക്, സ്പീഡ് ലോഞ്ച് ആണെങ്കിൽ 5 മിനിറ്റ്സ് കൊണ്ട് എത്തിച്ചേരാം. ഇതാ എൻ്റെ മുകളിൽ കൂടെയുള്ള യാത്രയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നിറയെ മീനുകളൊക്കെ കാണാൻ കഴിയും. പക്ഷേ സൂം ചെയ്ത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ, ഇപ്പം ഞാൻ കാണിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നിറയെ മീനുകളാണുള്ളത്. പക്ഷേ ഇത്ര ദൂരെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നിറയെ മീനുകളൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ ഈ ഏരിയ വന്നിട്ട് ഷാർക്കിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഷാർക്കൊക്കെ നോർമലി ഇവിടെ വരുന്നതാണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഡോൾഫിൻ പാസ് ചെയ്യുന്ന ഭാഗങ്ങളാണിത്. അതായത് നമ്മൾ പിന്നെ എന്ത് പറയുകയാണെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത് കൂടെ തന്നെ ഡോൾഫിൻ, സ്കൂൾസ് ഓഫ് ഡോൾഫിൻസ് എന്ന് പറയുക, ഗ്രൂപ്പ് ഓഫ് ഡോൾഫിൻസ് പാസ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയുന്നതാണ് ഗൈസ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ബീച്ചസ്, സാൻഡി ബീച്ചസ്, കോറൽസ്, അങ്ങനെ അതേപോലെ ദൂരെ നമുക്ക് നിറയെ ഐലൻഡ്സ് കാണാൻ കഴിയും. ഇതാണ് മാൽദീവ്സിലുള്ള കാഴ്ചകൾ. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് മാൽദീവ്സ്. മാല പോലെയുള്ള ഐലൻഡ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാ നോക്കൂ, അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഒരു ഷാർക്കാണ് പോകുന്നത് തോന്നുന്നുണ്ട്. പക്ഷെ ഇത്ര ദൂരെ ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അത്രയും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ജീവജാലങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് ബ്യൂട്ടി എന്ന് പറയുന്നത് ബീച്ചസ് ആണ്. അത്രയും മനോഹരമായുള്ള ബീച്ചുകളാണ് മാൽദീവ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്, അടിപൊളി വ്യൂ. ഇതാ ഇവിടെ എന്തോ ഇവിടെ നോക്കിയാൽ ഒരു സാറ് മത്തി ആണ് പറയുന്നത്. മത്തി നല്ല വ്യൂസാണ് എന്തായാലും ഭംഗിയായിട്ട്. പക്ഷേ ഇതേ, ഹായ് ഗായ്സ്, നമ്മളവിടെ ദൂരെ ഒരു ഷാർക്ക് പോലെയാണ് തോന്നിയത്. അതിൻ്റെ ഫിൻസ് കണ്ടു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല, താഴെ പോയി. നോക്കാം ദൂരെയുള്ള ഐലൻഡ്സ്. ഗായ്സ്, നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഒരു ഷാർക്കാണെന്ന് തോന്നുന്നത്. യെസ്, അതിൻ്റെ ഫിൻസ് മുകളിലത്തെ ഭാഗം നമുക്ക് കാണാൻ കഴിയും. സിംഗിളാണ് അത്, ഡോൾഫിൻസ് അല്ല, അത് ഷാർക്ക് തന്നെയാണ്. വലിയൊരു ഷാർക്കാണ് തോന്നുന്നുണ്ട്. അത് ഇത്ര ദൂരത്തു നിന്നുള്ള കാഴ്ച ആയതുകൊണ്ടായിരിക്കും നമുക്ക് അധികം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ അത് ഷാർക്ക് തന്നെയാണ്. ഞാൻ റെഡി പറയട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. നല്ല രീതിയിൽ തന്നെ മുകളിൽ കയറി ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള തീരുമാനമാണ്. ശരിക്കൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ക്ലൈംബിങ് തന്നെയായിരുന്നു. അത്രയും ഹൈറ്റിൽ നിന്ന് വഴിയൊന്നുമില്ലാതെ ചെടികൾക്കിടയിലും മരങ്ങൾക്കിടയിൽ കൂടെയും പാറകൾക്കിടയിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ കയറി ഇറങ്ങി വന്നത്. വലിയ വലിയ പാറകളും ഒക്കെ കല്ലുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കോറസാണ്. ഇതാണ് ഹാർബർ. ഹാർബറിൽ നിന്ന് കളക്ട് ചെയ്ത മണ്ണാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഹാർബർ കെട്ടാൻ വേണ്ടിയിട്ട്. മുമ്പ് നാച്ചുറലായിട്ടുള്ളൊരു ഹാർബർ ഉണ്ടായിരുന്നു. അത് വീതി കുറഞ്ഞ് മണ്ണൊക്കെ അടിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ JCB ഒക്കെ വെച്ച് നിറയെ മണ്ണ് തോണ്ടിയെടുത്ത് അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ഹാർബർ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മണ്ണാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. അതിന്ന് കൂട്ടിയിട്ട് അത് കയറി ഇതിന് മുകളിൽ നിന്നുള്ള വ്യൂ ആണിപ്പോൾ. എന്തായാലും ഭംഗിയായിട്ടുള്ള വ്യൂ തന്നെയാണിത്. ഐലൻഡ്സ്, വ്യത്യസ്തങ്ങളായ ഐലൻഡ്സ് ദൂരെ കാണാൻ കഴിയും. വളരെ ദൂരെയായിട്ടുള്ള പല ഐലൻഡ്സാണ്. ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഐലൻഡാണ് ഞങ്ങളുണ്ടായത്, ദ്വീപാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. ഇവിടെയും പ്രത്യേകിച്ച് വഴികളൊന്നും തന്നെയില്ല. വളരെ അഡ്വഞ്ചറസായിട്ട് പാറകളും കല്ലുകളൊക്കെ നീക്കി ആണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്.
അവിടെ വഴി ഉണ്ടാവോ അത് ബ്ലോക്ക് ആവോ എന്ന് അറിയില്ല. എന്തായാലും നോക്കാം ഗൈസ്. ആ ഇത് കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇവിടെ പേടിക്കേണ്ട എന്ന് പറയുന്നതോടൊപ്പം തന്നെ പാമ്പുകളോ തേള് അരണ ഓന്ത് അങ്ങനെ ഉള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ആകെ ഒരു ചെറിയൊരു ഭയം എന്ന് പറയുന്നത് അതായത് ചില സമയത്ത് കടന്നൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമാണ് ഒരു ഭയം. അല്ലാതെ ഇവിടെ ഏത് കാട്ടിലൂടെയും ഏത് പൊന്തക്കാട്ടിലൂടെയും മലകൾക്ക് മേലെയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകാൻ കഴിയും. ഗായ്സ് ഏകദേശം എത്തി, നമ്മൾ ലൊക്കേഷൻ എത്തി, സ്ഥലം എത്തി. എന്നാലും പറയാൻ പറ്റില്ല, കുറച്ചൊരു റിസ്കി തന്നെയാണ്. നോക്കൂ, നമുക്കവിടെ താഴെ നോക്കാം. സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ആണിത്. നോക്കാം, ഒന്ന് കാല് വഴുതിയാൽ 100-150 അടിയോളം നമ്മൾ താഴെ എത്തും. അത്രയും കെയർഫുള്ളായിട്ട് നോക്കൂ. ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ പോകുന്നതാണ്. അത്രയും റിസ്കി ആയിട്ടുള്ള ലൈഫ് കയ്യിൽ പിടിച്ചിട്ടുള്ള ഇറക്കം തന്നെയാണിത്. നോക്കൂ ഗൈസ്, അത്രയും റിസ്ക്കാണ്. കാരണം ഒന്ന് കാല് വഴുതിയാൽ 150 അടി താഴെയാണ് എത്തുന്നത്. യെസ്, നമ്മുടെ ലീഡറായിട്ട് മുന്നിൽ പോകുന്നത് ദിനു സാറാണ്. അദ്ദേഹം ഈ ഐലൻഡിലെ പ്രദേശവാസിയാണ്. യെസ്, വെയിറ്റ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കൂടെയുള്ള സാറ്. കാരണം ഇവിടെ നമുക്ക് ഈ കിതപ്പ് അങ്ങ് അത്രയും ഭയങ്കരമായിട്ട് കിതപ്പാണ്. കാരണം അങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ള ഇതവസ്ഥയാണ്. ഗൈസ് ഇവിടെ ബ്ലോക്കായി, ഇവിടെ വഴിയില്ല ഗൈസ്, ഇവിടെ ബ്ലോക്കാണ്. നമുക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഗൈസ് ഞങ്ങൾ എന്തായാലും ഇതുവഴി തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് റിസ്ക്കിയാണത്. കാരണം ഇവിടെ വഴിയില്ലാത്തതുകൊണ്ട് കല്ലൊക്കെ ചവിട്ടിയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ മണലാണ്, സ്ലോപ്പാണ്. ഒന്ന് കാല് തെറ്റിയാൽ എപ്പോൾ താഴെ എത്തി എന്ന് പറഞ്ഞാൽ മതി. അത്രയും സാഹസികമായിട്ടാണ് ഇവിടെ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം വഴിയില്ലാത്തതുകൊണ്ട് കല്ലുകളും അതേപോലെ തന്നെ ഒക്കെയുള്ള അത്രയും റിസ്കി ആയിട്ടാണ് ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഞാൻ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഈ പാറക്കെട്ടും. കല്ലാണ്, കല്ല് ചാറ്റി ഉരുക, കല്ല് താഴെ എത്തും. കുറച്ച് കഷ്ടത്തിലാണ് നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പെത്തി. തിരിഞ്ഞിറങ്ങാൻ പറയുകയാണ്. അത്രയും കല്ല് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ഉറുമ്പ് കടിച്ചു. നോക്കാം, കല്ലിന് അത്രയും ആഴമാണ്. ഇങ്ങനെയാണ് വരുന്നത് ഗൈസ്. ഞാൻ ഇനി താഴെ എത്തിയതിനു ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഒരാൾ മാത്രമേ ഇറങ്ങാനുള്ളൂ. അത്രയും സേഫായിട്ടാണ് ഇതുള്ളത്. കണ്ടോ, കാലൊന്ന് തെറ്റിയാൽ 50-100 അടി താഴെയാണ്. അങ്ങനെ കാരണം വഴി കടലിലേക്കാണ് വീണത്. നീ എന്താ പറഞ്ഞേക്കണേ? അതെ, ചുരമാണെങ്കിൽ അവിടെ തറയിലേ കിടക്കുള്ളൂ. ഇത് വെള്ളത്തില് കാലൊന്ന് വഴിക്കാൻ. അതെ അതെ. യെസ് ഗൈസ്, എത്തി സേഫ് ആയിട്ട്. നമ്മുടെ കൂട്ടുകാരനും കൂടെ എത്തി. ഓ, നമ്മളങ്ങനെ എത്തി, താഴെ എത്തി. ഇത് വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പ് തന്നെയായിരുന്നു. എന്താ തന്നെയായാലും വളരെ മനോഹരമായുള്ള ട്രിപ്പ്, അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയാണ്. നോക്കൂ, ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുകയും ഇറങ്ങുമ്പോൾ അത്രയധികം റിസ്ക് ഉണ്ട്. എന്തായാലും എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ അവിടെ നിന്ന് ഹാർബറിലേക്ക് പോവുകയാണ്. ആക്ച്വലി മാൽദീവ്സ് എന്ന് പറയുന്നത് സാൻഡി ബീച്ചസ് ആണ്. കോറൽസ് ഉണ്ട്. കോറൽസ് അത് ഈ മലേഷ്യ, തായ്ലൻഡ് അതേപോലത്തുള്ള കോറൽ ഐലൻഡ്സ് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സാൻഡി ബീച്ചസ് ആണ്.
ഇതിൽ മാലദ്വീപ്സിൽ വന്നിട്ട് മല കയറ്റം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതാണ് നമ്മൾ ആ കണ്ട മല എന്ന് പറയുന്നത്, കുന്നെന്ന് പറയുന്നത്. ഇത് ഗൈസ് ഇത് ബീച്ചസാണ്, ഹാർബറാണ്. നിറയെ സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ട്, ലോഞ്ചസ് ഉണ്ട്. വലിയൊരു ഫിഷിംഗ് ബോട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ പൊതുവെ മാലദ്വീപ്സിനെ സംബന്ധിച്ചോളം ഇവിടെ എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഒരു സെറ്റപ്പാണുള്ളത്. കാരണം ചപ്പുചവറുകളോ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് കുപ്പികളോ ഒന്നും തന്നെ നമുക്ക് ഈ ഹാർബർ സൈഡിൽ കാണാൻ പറ്റില്ല. 2 നേരം, രാവിലെയും വൈകുന്നേരങ്ങളിലും അവർ എല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാം ക്ലിയർ ചെയ്യാറുണ്ട്. ഹാർബറിൽ നിന്ന് നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതൊരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡാണ്. ഇതൊരു ഇവിടുന്ന് മൊബൈൽ ടവർ കാണാം. ഇതൊരു ഓഫീസാണ്. 2 വലിയ ആൽമരങ്ങളുണ്ട് അടുത്തടുത്തായിട്ട്. ഇതവിടെ ഒന്ന് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ പോലെ എല്ലാം അടിച്ചു വാരി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടൻ, വളരെ വലിയ മരമാണിത്. ബ്രെഡ് ഫ്രൂട്ട്, കടച്ചക്കയുടെ മരമാണിത്. ഇവിടെ എല്ലാ ഐലൻഡിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു കടച്ചക്ക മരം നമുക്ക് കാണാൻ കഴിയും ഗൈസ്. ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊരു സ്ട്രീറ്റ് പോലെയാണ് തോന്നുന്നത്. ഉൾഗ്രാമങ്ങളുള്ള ഒരു സ്ട്രീറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് നാരങ്ങ ചെടിയാണ്. വലിയൊരു മരം തന്നെയാണിത്. ചെടി എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു മര സൈസ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതൊരു സപ്പോട്ട മരമാണ്, പഴങ്ങളുണ്ട്. ഇതും ഇവിടെ മാലദ്വീപ്സിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇവിടെ. ഇത് സ്കൂളാണ്, സ്കൂളിൻ്റെ പിൻഭാഗമാണ്. ഇവിടെ വലിയൊരു ആൽമരമാണുള്ളത്, അത്രയും മനോഹരമായുള്ള ആൽമരം. ഈ ആൽമരം എനിക്ക് തോന്നുന്ന ഒരു 100-150 വർഷത്തോളം പഴക്കമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും വലുതാണ്. അതിൻ്റെ ശിഖരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇത് വെയിറ്റിംഗ് ഷെഡാണ്. എന്താണ് ഇതെന്താ സംഭവം? ഇതെന്താണ്? പ്രീ കെ ജി ആണിത്. പ്രീ കെ ജി ക്ലാസ് റൂംസാണ് ഇതൊക്കെ ഉള്ളത്. പ്രീ കെ ജി ആണ്, അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂള് കോമ്പൗണ്ടാണിത്, സ്കൂളിൻ്റെ ഉള്ളിലാണിത്. വലിയ ആൽമരം ഉള്ളിലുമുണ്ട്.